കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കർത്തൃ ദിവസം ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ വലിയവനായ കർത്താവ് ഭാഗ്യത്തെ തന്നല്ലോ. കാലാവസ്ഥയൊക്കെ പ്രതികൂലമാണെങ്കിലും കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർ ഏവർക്കും ഇന്ന് പകൽ പുതുതായി കടന്നു വന്ന പല പ്രിയപ്പെട്ടവർ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ നമ്മുടെ കവടിയാർ താമസിക്കുന്ന പ്രിയ അഗസ്റ്റിൻ സാറിൻ്റെ മകൻ നോർട്ടൺ അഗസ്റ്റിനും ഷെറിൻ ജോണിനും ദൈവം ഒരു പൈതലിനെ ദാനം നൽകിയുണ്ടായി. ആ കുഞ്ഞിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയാണ് ഇപ്പോൾ ഇവിടെ നടക്കുവാൻ പോകുന്നത്. ഷെറിൻ ജോണിൻ്റെ പിതാവും പാസ്റ്റർ ജോൺ വി സാമുവൽ അവറുകളും അദ്ദേഹത്തിൻ്റെ വൈഫും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ശിശുപ്രതിഷ്ഠ വേദപുസ്തക അടിസ്ഥാനമോ അതിൻ്റെ ആവശ്യകതയുണ്ടോ? പഴയ നിയമത്തിൽ ശമൂവേലിൻ്റെ ഒന്നാമത്തെ പുസ്തകം 1-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവന് മുലകുടി മാറിയ ശേഷം അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും ഒരു പറ മാവും ഒരു തുരുത്തി വീഞ്ഞുമായി അവനെ ശീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുചെന്നു. നോക്കിയ കുഞ്ഞുമായിട്ട് ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ കൊണ്ടുവരിക, യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവന്നു. ദൈവസന്നിധിയിൽ. എന്നിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അടുത്ത വാക്യം, ബാലനോ ചെറുപ്പമായിരുന്നു. അവർ കാളയെ അറുത്തിട്ട് ബാലനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൾ അവനോട് പറഞ്ഞത് ഈ കുഞ്ഞിന്റെ മാതാവ് പുരോഹിതനോട്, ഏലി പുരോഹിതനോട് പറഞ്ഞത്, യജമാനനെ യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ നോക്കിയ ദീർഘനാളുകൾ ഒരു കുഞ്ഞിനു വേണ്ടി അവൾ കരഞ്ഞ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചവൾ, മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചവൾ. ഏലി പുരോഹിതനോട് അവൾ പറയുകയാണ്, ഈ കുഞ്ഞിനു വേണ്ടിയാ ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ചത്. അടുത്തത്, ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. മതി. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ദൈവം വിശ്വസ്തന. ദൈവസന്നിധിയിൽ നിലവിളിച്ചാൽ, കരഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ദൈവം നമുക്ക് മറുപടി തരുന്നവനാ. യഹോവയോട് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. എന്നാൽ ദൈവ പ്രാർത്ഥന കേട്ട് ഒരു കുഞ്ഞിനെ നൽകുമ്പോൾ ആ കുഞ്ഞുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി നന്ദി കരേറ്റണം എന്നുള്ളത് ദൈവവചനത്തിലുള്ള കാര്യം. ഹന്നായും അവളുടെ ഭർത്താവായ എൽക്കാനായും അത് ചെയ്തു.
പുതിയ നിയമത്തിൽ അതുണ്ടോ നമുക്ക് നോക്കാം. പുതിയ നിയമത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂളായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാൻ, അതായത് യേശുവിനെ കർത്താവിനായി പിതാവിനായി അർപ്പിക്കുവാൻ ഒരു ഇണക്കുറുപ്രാവിനെയും 2 പ്രാക്കുഞ്ഞുങ്ങളെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി, ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. മതി. യേശു ജനിച്ചപ്പോൾ ആ യേശുവിനെയും കൊണ്ട് അവന്റെ മാതാപിതാക്കൾ ദൈവത്തിന്റെ ആലയത്തിൽ അർപ്പിക്കുവാൻ, ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായി കൊണ്ടുവരികയാണ്. നമ്മൾ ശമൂവേലിന്റെ പുസ്തകത്തിൽ എടുക്കണ്ട, അവിടെ വായിച്ചു ആ കുഞ്ഞിനെ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിച്ചിരിക്കും. ശമൂവേലിനെ. ഇവിടെ യേശുവിനെ യഹോവയ്ക്ക് നിവേദിക്കുവാൻ ആലയത്തിൽ ഇവരും കൊണ്ടുവരികയാണ്. അവർ തനിയെയല്ല വന്നത്, അവരുടെ കൈകളിൽ ആലയത്തിൽ ദൈവസന്നിധിയിൽ അർപ്പിക്കാൻ യാഗവസ്തുക്കളും ഉണ്ടായിരുന്നു. ശമൂവേലിനെ കൊണ്ടുവന്നപ്പോഴും ഉണ്ടായിരുന്നു, യേശുവിനെ കൊണ്ടുവന്നപ്പോഴും ഉണ്ടായിരുന്നു. എന്താ ഈ ശിശുപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ? ദൈവം തന്ന നന്മയെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് ദൈവം അതിനെ അനുഗ്രഹിച്ച്, സ്തോത്രം, ദൈവകരങ്ങളിൽ നിന്ന് നാം തിരികെ പ്രാപിക്കുന്നതാണ് പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം. ഈ മക്കൾ എന്ന് പറഞ്ഞാൽ ദൈവം തരുന്നതാണോ നമുക്ക് നോക്കാം. 127-ാം സങ്കീർത്തനം 3-ാം വാക്യം ഒന്ന് വായിച്ചേ. 127-ാം സങ്കീർത്തനം 3-ാം വാക്യം. മക്കൾ യഹോവ നൽകുന്ന അവകാശം, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലവും തന്നെ. അപ്പൊ ദൈവം തരുന്ന അവകാശവും ദൈവം തരുന്ന പ്രതിഫലവുമാണ് മക്കൾ. എത്ര മാതാപിതാക്കൾക്ക് അതറിയാം? സ്തോത്രം. ദൈവം തരുന്നത്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, അടുത്ത വാക്യം കൂടെ വായിച്ചേ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. മക്കൾ പ്ലൂറൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത വാക്യം കൂടെ വായിച്ചേ. അവയെ കൊണ്ട്, അതായത് മക്കളെ കൊണ്ട് തന്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ശ്രദ്ധിച്ചേ, മക്കൾ വേണം, ഒന്നിൽ നിർത്തരുത്. ഇന്ന് പല കുടുംബങ്ങളിലും ഒന്നീ നിൽക്കുക, ഒരു കുഞ്ഞു മതിയുന്ന. സ്വോത്രം കേട്ടോ, സ്വോത്രം ഇല്ലല്ലോ. എങ്ങനെ വളർത്തുമെന്നാ പലരുടെയും ചിന്ത. ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടായാൽ എങ്ങനെ? എൻ്റെ പൊന്നു ദൈവ മക്കളെ, മക്കളുടെ എണ്ണം കൂടിയെന്ന് പറഞ്ഞ് ആരും പട്ടിണിയൊന്നും കിടക്കത്തില്ല കേട്ടോ. ദൈവം പട്ടിണി കിടത്തുമില്ലെന്ന്. മക്കളെ കൊണ്ട് ആവനാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അപ്പൊ മക്കൾ വേണം, മക്കൾ വേണം. എന്തിനായി മക്കൾ? ഒന്നില്ല അതിൽ കൂടുതൽ മക്കൾ വേണമെന്ന് ദൈവം തന്നെ അനുശാസിക്കാൻ കാരണം എന്താണെന്നറിയാം. അവിടെ തന്നെ ഉണ്ട്. അടുത്ത വാക്യം വായിച്ചേ. നഗരവാതിൽക്കൽ നിൽക്കുമ്പോൾ, ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകയില്ല. അതോ ലജ്ജിക്കത്തില്ലെന്ന്. മറ്റേ ഒരു വ്യക്തി മാത്രമാണെങ്കിൽ എതിർത്ത് നിൽക്കാൻ ഒക്കത്തില്ല. കൂടുതലുണ്ടെങ്കിൽ അവനെ സഹായിക്കാൻ, അല്ലെ അവളെ സഹായിക്കാൻ സഹോദരങ്ങൾ കൂടെ കാണും. ഇന്ന് പലയിടത്തും ഒന്നി നിൽക്കുക. പാവം ആ ഒന്നിങ്ങനെ കഷ്ടപ്പെട്ട് വളരുക. ഒന്ന് സംസാരിക്കാനോ ആ കുഞ്ഞിന്റെ വേദന ഒന്ന് ഷെയർ ചെയ്യാനോ വേറൊരു വ്യക്തിയില്ല. അങ്ങനെ ആകരുത്. മക്കളെ കൊണ്ട് തന്റെ അവനാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അപ്പൊ തലമുറ ആവശ്യമാണ്.
ഈ മക്കൾ എന്ന് പറയുന്നത് 128 സങ്കീർത്തനം ഒന്നെടുത്ത് 128 സങ്കീർത്തനം അതിന്റെ ആ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കുന്ന നിന്റെ മക്കൾ. വീട്ടിനകത്ത് മക്കൾ ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നത്. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ. ദൈവം നിങ്ങൾക്ക് തരട്ടെ. ദൈവമാണല്ലോ മക്കളെ തരുന്നത്. സ്തോത്രം. അതേ, ധാരാളമായി ദൈവം നിങ്ങളെ നിങ്ങൾക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, കർത്താവ് കുഞ്ഞിനെ തൊട്ട് അനുഗ്രഹിക്കേണ്ടതിന് ചിലർ തങ്ങളുടെ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയാ? ദൈവം ആ കുഞ്ഞുങ്ങളെ ഒന്ന് പോറ്റി വളർത്താൻ ഒരു ഉത്തരവാദിത്വമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. മക്കളെ പത്യോപദേശത്തിൽ പോറ്റി വളർത്താൻ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. മക്കൾ വളരുന്നത് വീട്ടിനകത്താണ് അല്ലേ? മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ മക്കൾ വളരുകയാണ്. അപ്പൊ മക്കളുടെ മേൽ പൂർണ്ണ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തില് ചില രക്ഷിതാക്കളെ സ്കൂളിൽ വിളിക്കാറുണ്ട് കുട്ടികളുടെ. കാരണം കുട്ടികളൊക്കെ വലിയ തലവേദനയാകുമ്പോഴായി വിളിക്കുന്നത്. അവർ വരും, വന്നേച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറേ എൻ്റെ മോനെ സാറിൻ്റെ കയ്യിൽ അങ്ങ് തന്നിരിക്കുക, സാർ അവനെ അങ്ങ് ശരിയാക്കിയേക്കണം. എനിക്ക് കിട്ടുന്നത് വെറും 45 മിനിറ്റാണ്. കൂടുതൽ സമയം അപ്പൻ്റെ അമ്മയുടെ അടുക്കലാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. അവർക്കാണ് ഉത്തരവാദിത്വമുള്ളത് കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്താൻ. യേശുവിന്റെ വളർച്ചയെക്കുറിച്ച് 2-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, 3 വളർച്ചകൾ ഒരു കുഞ്ഞിന്. 3 ദൈവമക്കളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് 3 വളർച്ചകൾ ഉണ്ടായിരിക്കണം. ഒന്ന്, ഫിസിക്കൽ ഗ്രോത്ത്, ശാരീരികമായ വളർച്ച. അതിനാണ് ആഹാരം കൊടുക്കേണ്ടത്. പാല്, മുട്ട ഒക്കെ കൊടുത്ത് കുഞ്ഞിനെ ശാരീരികമായ വളർച്ച ഉണ്ടാക്കണം. 2, മെന്റൽ ഗ്രോത്ത്. മെന്റൽ ഗ്രോത്തിനാണ് സ്കൂളിൽ വിടുന്നത്. മാനസികമായ വളർച്ചയ്ക്ക് സ്കൂളിൽ വിടുന്നത്. സ്കൂളിൽ വിടണം, കോളേജിൽ വിടണം. മാതാപിതാക്കൾ മക്കളെ എത്ര പട്ടിണി ഇരുന്നാലും മക്കളെ പഠിപ്പിക്കണം. എത്രയും പഠിപ്പിക്കാമോ പ്രിയ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം കേട്ടോ. അതുകൊണ്ടാണ് മാനസികമായ വളർച്ച ഉണ്ടാകുന്നത്. 3, സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീയ വളർച്ച. അതിനാണ് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നത്? സൺഡേ സ്കൂളിൽ വിടണം, സൺഡേ സ്കൂളിൽ പോകണം. കുഞ്ഞുങ്ങളെല്ലാവരും ഒരു പുതിയ നിയമമെങ്കിലും കയ്യിൽ വെച്ചേക്കണം കേട്ടോ. വേദോത്സവം എല്ലാവരുടെയും കയ്യിൽ വേണം. വേദോത്സവം ഗുഡ് ഉണ്ട്. കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ വേദോത്സവം വേണം. അപ്പൊ നോക്കിയേ, സൺഡേ സ്കൂളിൽ വിടണം. ആത്മീകമായ വളർച്ചയ്ക്ക്, ആരാധനയ്ക്ക് കൊണ്ടുവരണം, കൂട്ടായ്മയ്ക്ക് കൊണ്ടുവരണം. സ്തോത്രം. അവർക്ക് പഠിക്കാനുണ്ട്, അതുകൊണ്ട് ട്യൂഷനുണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ കൂട്ടായ്മയുടെ ബന്ധമില്ലാതാക്കരുത്. ഫെലോഷിപ്പ് വേണം അവർക്ക്. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുത്. ഓട്ടോ, ഞാനത് വിടുകയാണ്. അപ്പൊ നോക്കി, 3 വളർച്ച. പൈതൽ വളർന്നു, ശാരീരിക വളർച്ച. പിന്നെ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, മെന്റൽ ഗ്രോത്ത്. പിന്നെ ആത്മാവിൽ ബലപ്പെട്ടു, സ്പിരിച്വൽ ഗ്രോത്ത്. ഇതിലൊക്കെ ഉപരി ദൈവമക്കളുടെ കുഞ്ഞുങ്ങളുടെ മേൽ എന്തോ വേണം?
ദൈവകൃപ വേണം. അതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് ശേഷം കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ പ്രിയ അഗസ്റ്റിൻ സാറിൻ്റെ ബന്ധുക്കാരൻ കൂടിയായ പാസ്റ്റർ ജോൺ വി സാമുവൽ അവർകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹം തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ പൈതലുമായിട്ട് മുൻപോട്ട് കടന്നു വരാവുന്നതാണ്. വാഴ്ത്തുക നീ മനമേ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്തു, വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്തു, പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തു, പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തു, വാഴ്ത്തുക നീ മനമേ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. ഇപ്പോൾ സ്റ്റേജിലായിരിക്കുന്ന കർത്തൃദാസന്മാർ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി എന്നോടൊപ്പം അത് എഴുന്നേറ്റ് നിൽക്കണമെന്ന് പ്രത്യേക മുൻപോട്ട് തനമ്പേ വൈഡൽ മനതിയ വൈഡമനഹതരഘടകജാരകത്തുണി. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ ദൈവമേ, നിന്റെ മക്കൾക്ക് നീദാനമായി നൽകിയ, അവകാശമായി നൽകിയ ഈ പൈതലിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൊന്നുനാഥ, ഈ കുഞ്ഞിൻ്റെ മേൽ അവിടുത്തെ കരം വെക്കണമേ. അവിടുന്ന് ഈ പൈതലിനെ അനുഗ്രഹിക്കണമേ കർത്താവേ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട പൈതലായി വളരുവാൻ സഹായിക്കും. എല്ലാ ബാലാരിഷ്ടതകളിൽ നിന്നും വിടുവിച്ചുകൊള്ളും. ദൈവത്തിനും ആ പ്രിയ മാതാപിതാക്കൾക്കും ദൈവസഭയ്ക്കും ഒരുപോലെ പ്രയോജനമുള്ളവനായി ഈ പൈതൽ വളർന്ന് ശോഭിപ്പാനിടയാക്കണമേ കർത്താവേ. ദാൻ മുതൽ ബർശേമ വരെയുള്ള സ്ഥലങ്ങൾ ന്യായപാലനം ചെയ്ത ശമൂവേലിനെ പോലെ ഈ പൈതൽ ഉയർന്ന് ശോഭിക്കട്ടെ. ആമീൻ. അങ്ങനെ വരവിന് താമസമെങ്കിൽ കർത്താവേ, അനേക സ്റ്റേജുകളിൽ നിന്റെ വചനവുമായി നിൽക്കുന്ന ഒരു വ്യക്തിയാക്കി ഇവനെ തീർത്തുകൊള്ളണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അടിയൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ചു ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വിഷയമായി തീരട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എക്സോഡസ് എന്ന പേരിനാൽ ഈ പൈതൽ വിളിക്കപ്പെടും. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കർത്താവദാസൻ പാസ്റ്റർ തോമസ്. Heavenly Father, for your blessings upon them. കുടുംബത്തെ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Fill them with your spirit. കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ നിറവിൽ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിലനിന്നുകൊണ്ട് ദൈവമേ ഈ കുടുംബത്തെ ദൈവം ഉപയോഗിക്കണം. അവർക്ക് ധാരാളമായ കുഞ്ഞിനെ പരിപാലിക്കുവാൻ, അവരെ വളർത്തുവാനുള്ള അഭിഷേകം പ്രിയ കുടുംബത്തിന് നൽകണമേ. ഭൗതികമായി അനുഗ്രഹിക്കണമേ.
പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ചു ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണം പിതാവേ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. നന്ദി കൊണ്ടെന്റെ ഉള്ളം സന്നാമോടെ സ്തുതി പാടി